മലവാഴോ മലവാഴോ ദൈവത്താലേ ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇട്ടേറ്റു ചോരുന്നീ ചോപ്പും ചോണയുമേ വെന്തു പോവാനിവൻ എന്തു ചെയ്തോ കുഞ്ഞിപ്പെണ്ണെ, നീ തേടിയാണ് കുഞ്ഞിപ്പെണ്ണെ. ഓ, എന്താണപ്പാ? ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ കുഞ്ഞിപ്പെണ്ണെ വിളിക്കരുതെന്ന്. എനിക്കിപ്പോ 14 വയസ്സായി. ഞാൻ വലിയ പെണ്ണായി. പിന്നെ അനക്ക് 14 അല്ല 41 വയസ്സായിട്ടാലും ഇനി എന്റെ കുഞ്ഞിപ്പെണ്ണെ. വെറുതെ താന്തോയം പറഞ്ഞ് നിൽക്കാതെ അച്ഛൻ വിളിച്ച കാര്യം പറ. അത് നിന്റെ അപ്പൻ്റെ ഒരു കാര്യം. നീ അമ്മയെ വിളിക്കും. അതിന്റെ അമ്മയോടും കൂടെ പറയേണ്ടതാണ്. ചിരിതേ നീ വേറെ പോയി കിടക്കുവാന്ന്. എന്തിനാ ഞാനുണ്ടല്ലോ അടുക്കളയില്ലേപ്പാ. നിങ്ങൾക്കെല്ലാം മേശന്ന് കോടല് കത്തുമ്പേ പലരൊക്കെ എന്തെങ്കിലും ഇടണ്ടേ? ചിരിതേ, അനക്ക് എന്നോടും കുഞ്ഞിപ്പണിയോടും ഒരു കാര്യം പറയാനില്ല. അതെന്ത് കാര്യമാ? അത് പിന്നെ അച്ഛൻ്റെ ഒരു ആഗ്രഹം, ഒരുപാട് കാലത്തെ ആഗ്രഹം. ഓണം വന്നില്ലേ, ഇത്തവണ ഞാനൊരു തെയ്യം കെട്ടണം, കിരീടം വയ്ക്കണം, മാറി മറിച്ചൊരു കുടം കൊടുക്കണം, മുഖത്തെഴുതണം. അതിന് കുഞ്ഞിപ്പെണ്ണിന്റെ കാതില് ഒരു കമ്മൽ അനക്ക് വേണം. കമ്മല് പോലും പട്ടിണിയാണ് ഇവിടെ. കഞ്ഞിക്ക് വകയില്ല. തോട്ടിലെ വെള്ളം കുടിച്ചിട്ടാണ് എന്റെ കുഞ്ഞി പല രാത്രിയിലും കിടന്നുറങ്ങല്. എന്നിട്ട് പോലും ഊരാണ്ട് വെച്ച കമ്മലായത്. അനക്ക് ഈ തെയ്യം കെട്ടണം. വർഷം മുഴുവൻ കുഞ്ഞാവ പറമ്പത്തെ പാടത്തുക. തമ്പ്രാക്കന്മാരുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം കിട്ടില്ല. എന്തിന് പണിയെടുത്ത കൂലി പോലും കിട്ടില്ല. പക്ഷെങ്കിൽ ഓണം വന്ന് ഞാനീ ഓണപ്പൊട്ടന്റെ തെയ്യം കെട്ടിയ അടക്ക് നാട് മുഴുവൻ നടക്കാം, വീടായി വീടൊക്കെ കയറാം. അന്ന് തമ്പ്രാക്കന്മാർ വന്ന് എന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുമ്പോ ആ ഒരൊറ്റ ദിവസം ഈ കുഞ്ഞാമൻ ദൈവത്തിന് മനുഷ്യനെ പോലെ ജീവിക്കാം. അച്ഛൻ വിഷമിക്കല്ലേ?
അച്ഛാ, ഈ ഓണപ്പൊട്ടൻ എന്താ മിണ്ടാത്തെ? അയ്യോ, ഓണപ്പുടം ഉണ്ടാകാൻ പറ്റില്ല മോളെ. ഓണപ്പുടം മാവേലിനെയാണ്. മാവേലിയുടെ വാഴ പണ്ടേ മൂടിക്കെട്ടിയെന്നല്ല. അച്ഛാ, എനിക്ക് മാവേലിയുടെ കഥ പറഞ്ഞു തരുമോ? എന്നാലേ ഞാൻ ഒരു കമ്മലല്ല 2 കമ്മലും തരാം. വലിയ കുടവയറുള്ള മീശയുള്ള അങ്ങാടിയിലെ കടകളുടെ മുമ്പിൽ നിൽക്കുന്ന മാവേലിയുടെ കഥ പറയച്ചാ പറ. ആകാശത്ത് നിന്ന് പൊട്ടി വീഴാത്ത, കടലിൽ നിന്നുയർന്നു വരാത്ത, പണിയാളന്റെ വിയർപ്പും രക്തവും കൊണ്ട് പൊന്നു വിളയിച്ചൊരു നാടുണ്ടായി. പകൽ അന്ത്യോളം പണിയെടുത്താലും ഓരിക്ക് എപ്പോഴും പട്ടിണി തന്നെ. എന്റെ കുഞ്ഞി കേൾക്കണുണ്ട? ഞാൻ കേൾക്കുന്നുണ്ടപ്പാ. നാട് നീളെ ആദികളും വ്യാധികളും മഹാമാരിയായി പിടിതിറങ്ങിയ കാലം. അടിമപ്പെട്ടു പോയവരുടെ രക്ഷകനായി ഒരാളിയുടെ ബലി. അയാൾ അവരുടെ നേതാവാണ്. അവരെ ന്യായാന്യായങ്ങൾ പഠിപ്പിച്ച്, ചെയ്യണ ജോലിക്ക് കൂലി ചോദിച്ച് വാങ്ങാൻ പഠിപ്പിച്ച്, ഭ്രാക്കന്മാരുടെ മുന്നിൽ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചു. എങ്ങും ചെയ്യുന്ന ഭൂമിയിലെ സന്തോഷം കണ്ട് ആകാശത്തിലിരിക്കുന്ന തമ്പ്രാക്കന്മാർക്ക് അസൂയ തോന്നി. ഓർക്കോടെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ ഇഷ്ടമില്ലെങ്കിലും ഓട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ എല്ലാമായ വലിയുടെ ആകാശവും ഭൂമിയും ദാനമായി ചോദിച്ചു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് നിങ്ങളുടെ ആകാശവും ഭൂമിയും ദാനമായി വേണം. ആകാശം, ആകാശം നിറയെ അതിലെ നക്ഷത്രങ്ങളെ പോലെ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഭൂമി ഞങ്ങളുടെ താമസിക്കുന്നത്. ഈ ഭൂമിയിൽ ഞാനുണ്ട്, നീയുണ്ട്, അവളുണ്ട്, പാമ്പുണ്ട്, ചേമ്പുണ്ട്, പക്ഷികളുണ്ട്, പൈയുണ്ട്, പയ്യന്റെ പിള്ളകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൂടി ഇടപെടും. നമുക്കെല്ലാവർക്കും ഇവിടെ വസിക്കാം. ഞങ്ങൾക്ക് ഇവിടെ മുഴുവനും വേണം. ഇനി മുതൽ നിങ്ങൾ എവിടെ വസിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരിക്കൽ ഈ ഭൂമി മുഴുവനും വേണമായിരുന്നു. മണ്ണല്ലേ അധികാരത്തിന്റെ മൂലധനം. അത് പിടിച്ചെടുക്കാൻ അവർ കലാപമുണ്ടാകും. സന്തോഷവും സമാധാനവും നിറഞ്ഞ പണിയാളുടെ കുടിലുകളിൽ അവർ നെറുക്കിന്റെ ഭക്ഷണങ്ങൾ അവരെ തമ്മിലടിക്കും. കലാപത്തിൽ പണിയാളർ പകലന്തിയോളം പണിയെടുത്ത പാടങ്ങളിൽ പെണ്ണുങ്ങളെ നഗ്നരാക്കി അപമാനിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു.
അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഭൂമി മുഴുവനും നിങ്ങൾ എടുത്തില്ലേ? ഇനിയെങ്കിലും എന്റെ ജനങ്ങളെ വിട്ടുകൂടെ? പകരം ഞാൻ എന്ത് തരാം? നീ ഒരു അപകടകരമായ ആശയം. പണിയാളന്റെ രക്ഷകൻ, അടിയോരുടെ ഉടയൻ, ബലി. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇനിയും വളരും. അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ അവരുടെ ജീവൻ തിരികെ നൽകാമെങ്കിൽ ഞാൻ എന്നെ തന്നെ ബലിയായി നൽകാം. നമ്മുടെ ഉദയം ഓരോട് അവസാനമായി ഒരു കാര്യം ചോദിച്ചു. ചവിട്ടിത്താഴ്ത്തിയാലും ആണ്ടിലൊരിക്കൽ ജനങ്ങളെ കാണാൻ വന്നു. അപ്പോ ഓരോ പറഞ്ഞു വന്നോ, പക്ഷെ മിണ്ടരുത്, മിണ്ടരുത്. മാവേലി ഇന്ത്യയിൽ എന്താ പ്രശ്നം? മാവേലി ഇന്ത്യയിലെ ജനങ്ങളത് കേൾക്കും. അവരുടെ അവകാശത്തെ കുറിച്ച് ഓർ അറിയും. അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവർ മനസ്സിലാക്കി. ആകാശത്തിന് മുകളിലിരിക്കുന്ന തമ്പ്രാക്കന്മാർക്ക് നല്ലത് മാവേലി ഉണ്ടാണ്ടിരിക്കുന്നതാണ്. എന്നാലേ എനിക്ക് മാവേലി ആകണം. ഓ, ആയിരുന്നാലിനെ അന്റെ കുഞ്ഞി ഇങ്ങോട്ട് വാ. മിണ്ടാത്ത മാവേലി അല്ല, മിണ്ടുന്ന മാവേലി. ഉറക്കെ വർത്തമാനം പറയുന്ന, ഒച്ചയുണ്ടാക്കുന്ന പെൺമാവേലി. ചവിട്ടിത്താത്തി കൊന്നു കളഞ്ഞാലും ഒച്ചയുണ്ടാക്കാൻ ഇനിയും തൊലിമാർ വരും. മഹാബലി.
അന്നും പല മതമുണ്ടാകെ അതിനപ്പുറമൊന്നുണ്ടാകെ അന്നും പല മതമുണ്ടാകെ അതിനപ്പുറമൊന്നുണ്ടാകെ നിന്റെ പടച്ചോനെന്നുള്ളൂ തന്നില്ലാതെ നിന്റെ പടച്ചോൻ എന്നുള്ളൊരു തന്നില്ലാതെ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയി അറിയുണ്ടോ ആ നാട് മരിച്ചേ പോയോ അത് വരും എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. ഇത് ഞാനാണ്, നിങ്ങളുടെ മാവേലി. വളരെ പണ്ടേ പ്രകൃതിയിൽ ലയിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനാണ് പ്രകൃതി. വർഷങ്ങളായി ഞാൻ എൻ്റെ പ്രജകളെ കാണാൻ വരാറില്ല. എല്ലാവരും തുല്യരായി സന്തോഷത്തോടെ കഴിഞ്ഞ് എൻ്റെ ആ പഴയ നാടുകളിൽ ഇന്നത്തെ ഈ നാടിൻ്റെ അവസ്ഥയാണ്. ഒരു ദുരന്തമുഖത്ത് നിങ്ങളെല്ലാം മറന്നൊന്ന് ചേർത്തില്ല. ദുരന്തമുഖത്ത് മാത്രം മനുഷ്യനാകുന്ന ഒരു ജനതയായി നിങ്ങൾ കൂടെ പ്രാപിച്ചിരിക്കുന്നു. ഓരോ ദുരിതങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലാണ്, അടയാളങ്ങളാണ്. നിങ്ങൾ മനുഷ്യരാണ് എന്നുള്ളത്. ഇന്ന് നിങ്ങൾ പൂർണ്ണ മനുഷ്യരായി ജീവിക്കുമ്പോൾ അന്ന് മാത്രമേ ഞാനിനി നിങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ. എങ്കിൽ എൻ്റെ നാടിൽ എൻ്റെ നാട്ടാർ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തരട്ടെ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തരട്ടെ.